നമ്മുടെ താമരശ്ശേരി ചുരം കയറുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഗ്രീൻ പീസും അതേപോലെ കാടമുട്ടയാണല്ലേ. പക്ഷേ ഇനി മുതൽ നമുക്ക് സാധനം ഒന്ന് മാറ്റി പിടിക്കാം. കുറച്ച് കുഞ്ഞിപ്പത്തലും ഈന്തുപിടിയും നൈസ് പത്തലിയും ബീഫും ഇതൊക്കെ ആയാലും എങ്ങനെ ഉണ്ടാവും? ഞങ്ങളിന്ന് കഴിക്കാൻ പോയത് ഇതൊക്കെയായിരുന്നു. നല്ല അടിപൊളി കുഞ്ഞിപ്പത്തലായിരുന്നു കേട്ടോ. ഈന്തുപിടി ആ സമയപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ അവർ 9 മണിക്കാണ് കട തുടങ്ങുന്നത്. അപ്പം രാവിലെ തൊട്ടേ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം ബീച്ചിലൊക്കെ അങ്ങ് വൈറലായി. അതോടുകൂടി കടയിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉമ്മയും ഉപ്പയാണ് ഈ കട നടത്തുന്നത്. അപ്പം ഞാൻ അവരോട് കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എന്ന് പറയുന്നത് ഈ നൈസ് പത്തിരിയും ബീഫാണ് കേട്ടോ. ഒരു മായം ചേർക്കാത്തത് കൊണ്ട് തന്നെ സാധനം നല്ല അടിപൊളിയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ ബീഫിന് തന്നെ. ഈ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടല്ല ഇവർ കൊടുക്കുന്നത്. ഈ ഫുഡിനേക്കാളും ഉപരി എടുത്തു പറയേണ്ടത് അവിടുത്തെ ഉമ്മേൻ്റെ ഉപ്പേൻ്റെ സ്വഭാവമായിരുന്നു കേട്ടോ. അത്രയ്ക്കും നല്ല പെരുമാറ്റമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. ഒരു പണിയാവൂലേ? എനിക്ക് നല്ല പണി എത്തിക്കിപ്പോ ഏതിൽ വൈറലായപ്പോ ഉണ്ടല്ലോ അല്ലേ? അതിന് എറണാകുളത്ത് മോനിപ്പോ എല്ലാവർക്കും ജോലിയുണ്ട്. നല്ല എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഈ മക്കളൊക്കെയോ? ഇവര് അനിയന്റെ മക്കള് ഓര് ഇങ്ങോട്ട് വന്നായിരുന്നു. ഒരുവിടെ എടുത്താ ഓല് അടിവാരത്ത് ഞങ്ങളെ മക്കളും വേറെ കുട്ടികളും ഒക്കെ ഞങ്ങൾ ഇന്ന് പൂട്ടി പോവുക. അതിന് നോമ്പാ ഞങ്ങൾക്ക്. നോമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് രണ്ടാളോട് കുറേ നേരം നല്ല കഥ പറച്ചില്ലായിരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി നോമ്പ് തുടങ്ങുന്നതുകൊണ്ട് ഇവരിനി പെരുന്നാളിന് ശേഷം മാത്രമേ കട തുറക്കുകയുള്ളൂ. അപ്പോൾ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഈ കടികൾക്കെല്ലാം പുറമെ കാടമുട്ട, പഴംപൊരി, ഇലയട തുടങ്ങിയ സ്നാക്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ അടിവാരത്ത് നിന്നും വയനാട്ടിലേക്ക് പോകുമ്പം വലത്തെ സൈഡിൽ ഫസ്റ്റ് കാണുന്ന ഷോപ്പാണ്. അപ്പം എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.